ഇന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിൽ ആളുകളെ ഒരാൾക്ക് എങ്ങനെ എടുത്തിട്ട് വരാം, രണ്ടാൾ ചേർന്നിട്ട് ഒരാളെ എങ്ങനെ എടുത്തിട്ട് വരാം, ഇതെല്ലാം ഇപ്പൊ പഠിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ റിവർ എങ്ങനെ ക്രോസ് ചെയ്ത് അക്കരയ്ക്ക് പോകുന്നത്, ഹാർനെറ്റ് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ചേർനോട്ട് കെട്ടിയും. നമ്മൾ നേരത്തെ പഠിച്ചിട്ട് ചേർനോട്ട് അല്ലേ, അന്ന് നമുക്ക് ഹാർനെറ്റ് ഇല്ലായിരുന്നു. ചേർനോട്ട് കെട്ടിയിട്ട് കസേര പോലെ ആക്കി ആളുകളെ അക്കരെ കടത്തുന്നത്. ഇപ്പൊ നമുക്ക് ഹാർനെറ്റ് ഉണ്ട്, ഹാർനെറ്റ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം, എന്ത് നോക്കാം, ആളുകൾ എങ്ങനെയാണ് എടുത്തിട്ട് വരുന്നത് ഈസി ആയിട്ട്, പരിക്ക് വെച്ച് കിടക്കുന്നവരെ എങ്ങനെ എടുത്തിട്ട് വരാമെന്നുള്ളത്. ഓക്കെ, റെഡി? ഞാനിവിടെ കുറച്ച് മടക്കി കെട്ടിയിരിക്കുകയാണ്. ഇത് റിവർ ക്രോസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഹാർനെറ്റ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കിണറ്റിലെ ആൾ വീണ് പോയി കഴിഞ്ഞാൽ അയാളെ പൊക്കിയെടുക്കുക. അപ്പോഴൊക്കെ ഇതിന് ലെങ്ത് കൂടുതൽ വേണം. ഇത് കയറിന് കെട്ടിയിട്ട് നമ്മൾ അക്കരെ കടത്തുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ അക്കരയ്ക്ക് കടത്തണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ റോപ്പിൽ ചേർനോട്ട് കെട്ടി പഠിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഹാർനെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ നിലവിൽ ഹാർനെറ്റ് നമുക്കുണ്ട്. അപ്പോൾ ഇതിന്റെ പേര് ഹാർനെറ്റ്. ഇതിന് ആവശ്യമായ സ്ട്രെങ്ത് ഒക്കെ ഇതുണ്ട്. ഇതിന്റെ ലോക്ക് കണ്ടോ, ഈ ലോക്ക് ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഇത് പിടിച്ചാലും ഇത് കിട്ടൂല. ഇതെങ്ങനെ ഓപ്പൺ ആക്കുക, ഓരോരുത്തരൊന്നും വന്ന് നോക്കിയാൽ ചെക്ക് ചെയ്യാം. ബാബാ, ഇതിന് നമ്മളിപ്പോൾ അവിടെ കയറിന് മുകളിൽ കൊളുത്തി എന്നിട്ട് ആളെ അപ്പുറം നമ്മൾ അക്കരെ എത്തിച്ചു. എന്നിട്ട് ഈ ഹാർനെറ്റ് നമുക്ക് തിരിച്ചിങ്ങോട്ട് എടുക്കണം. ഇതെങ്ങനെ റിലീസ് ചെയ്യാന്നുള്ളത് പഠിക്കണം. ചെക്ക് ചെയ്യാം. നിങ്ങൾ അടുത്തുനിന്നോ നിങ്ങൾ. ഇതിന്റെ അടിഭാഗത്താണ് ഇതിന്റെ ലോക്ക് വരുന്നത്. ഇതിന്റെ അടിഭാഗത്തുണ്ടോ, ഈ അടിഭാഗത്താണ് ലോക്ക്. ഈ അടിഭാഗത്ത് ഇവിടെ ഞെക്കിയാൽ മാത്രമേ ഇതിങ്ങോട്ട് പോകും. അല്ലാത്തടത്തോളം കാലം ഇത് സുരക്ഷിതമാണ്. ഇതിൽ ഒന്നിന് പകരം ഓവർ വെയിറ്റെല്ലാം കയറ്റാനുണ്ടെങ്കിൽ 2 ക്ലിപ്പായിട്ടിരിക്കുന്നു. അപ്പൊ ഇതിന് ഈ ഹാർനെറ്റിന് എത്ര പാർട്സ് ഉണ്ട്, ഇതിന്റെ ബെൽറ്റുകൾ എവിടെയാണ്, ഇതിന്റെ കാല് എവിടെയാണ് കയറ്റേണ്ടത്. ഇത് ഫ്രണ്ടിലിടാൻ വേണ്ടി നമുക്ക് ബാക്കിലിടാം. ബാക്കിൽ നിന്ന് പൊക്കിയെടുക്കാനാണ്, ഫ്രണ്ടിൽ നിന്ന് പൊക്കിയെടുക്കാം. ബാക്കിൽ ഇപ്പൊ നമ്മൾ ബാക്കിലിട്ടിട്ടുള്ളത് മനസ്സിലായോ? അപ്പോൾ ഇതിന്റെ ലോക്ക് സിസ്റ്റം നിങ്ങൾ പഠിക്കണം. അടിയിൽ ഇപ്പം അക്കരെ എത്തിക്കഴിയുമ്പോൾ അവർ ഒന്ന് വിഷമിക്കും. ഇവിടെ മാത്രം തള്ളിയാൽ പോകില്ല, എന്താ എത്ര തള്ളിയാലും പോകില്ല. ഇവിടെ ചെറിയ സപ്പോർട്ട് ഉണ്ടാ. ഈ ക്ലിപ്പിംഗ് കൊണ്ട് ഇതാണ് റിലീസ്. എന്താ സിമ്പിൾ, മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ ഈ റോപ്പിന്റെ മുകളിൽ ഇത് അക്കരെ പോയി കഴിഞ്ഞാൽ ഈ ഹാർനെറ്റിന് വീണ്ടും ഇവിടുന്ന് ആളുകളെ അങ്ങോട്ട് കടത്താനുണ്ടെങ്കിൽ ഹാർനെറ്റ് തിരിച്ചിങ്ങോട്ട് വരണം. അപ്പൊ നമ്മൾ ഈ റോപ്പിന്റെ മുകളിൽ റിങ് ഇടുന്നു. ആ റിങ്ങിന്റെ മുകളിൽ നമ്മൾ ചെറിയ കയറ്, കനം കുറഞ്ഞ കയറ് ഹാർനെറ്റ് വലിച്ചെടുക്കാനായിട്ട് ഇങ്ങോട്ട്. മാത്രമല്ല വേണമെങ്കിൽ അങ്ങോട്ടും ഒരു കയർ നമുക്ക് കൊടുക്കാം. എന്തിനാ അത്, ഹാർനെറ്റ് നമ്മുടെ മെയിൻ റോപ്പ് ലൂസായി പോയി കഴിഞ്ഞാൽ ആള് താന്നാ അങ്ങോട്ട് പോകില്ല, സെൻട്രലായി പോകും. അപ്പൊ അതിന് കരുതലായിട്ട് ഈ റിങ്ങിന്റെ മുകളിൽ നമ്മൾ 2 റോപ്പ് കൊടുക്കും. എവിടെ റിങ്, എവിടെ കൊടുത്തിയോ? അങ്ങനെ റിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലാണ് നമ്മൾ ഹാർനെറ്റ് കൊളുത്തുന്നത്. ഇതുണ്ടോ, ഇത് നല്ല സ്ട്രോങ് റിങ് ആയിരിക്കണം. ഇതിന്റെ മുകളിൽ നമ്മൾ ഹാർനെറ്റ് കൊളുത്തുന്നു. എന്നിട്ട് നമ്മൾ അക്കരയ്ക്ക് ആളെ വലിച്ചെടുക്കുന്നു. അതിനെന്ത് ചെയ്യണം, അഡീഷണൽ ആയിട്ടൊരു കയർ ഇവിടെ കൊടുക്കും. അപ്പം സ്ലോപ്പ് ആണെങ്കിൽ ഊർന്ന് അങ്ങ് അക്കരെ എത്തും. ഈ സ്ലോപ്പ് ഇല്ലെങ്കിൽ വലിച്ചെടുക്കണം. തിരിച്ച് ഹാർനെറ്റ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു റോപ്പ് കൊടുക്കുക. അപ്പൊ റോപ്പ് എടുക്കും. ഇപ്പോ 2 റോപ്പ് ഇട്ടിട്ടുണ്ട്. ഹാർനെറ്റ് ആ കമ്പിയുടെ മുകളിൽ കൊളുത്തും. അവിടെ താന്നു പോയി കഴിഞ്ഞാൽ വെള്ളത്തിന് നടുക്കായി പോകാൻ പാടില്ല. അതിനാണ് ഒരു റോപ്പ് അവിടെ അങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റും. ഇതിലേക്കൂടെ വരുന്ന ഈ മെയിൻ റോപ്പേ കൂടെ വരുന്ന ആള് താന്നു പോയി കഴിഞ്ഞാൽ ആ ചെറിയ റോപ്പ് ഉപയോഗിച്ച് ആളെ ഹാർനെറ്റിന് തള്ളി കൊടുക്കാം അങ്ങോട്ട്. ആളവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ ഹാർനെറ്റ് അടുത്ത ആളെ കൊണ്ടുപോകാൻ വേണ്ടി ഹാർനെറ്റ് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഈ റോപ്പ് ഉപയോഗിക്കുന്നത്. ക്ലിയറായോ? ഓക്കെ.